അപ്പോൾ നമുക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അറ്റൻഡൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ തുടങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയെടുക്കാം. വാട്ട് ഡസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടാ, വാട്ട് ഡസ് നെഹ്റു മീൻ? വാട്ട് ഡസ് നെഹ്റു മീൻ? വാട്ട് ഡസ് നെഹ്റു മീൻ? What does Nehru mean by and then Gandhi came? By and then Gandhi came. By and then Gandhi came. By and then Gandhi came. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. What does Nehru mean? Nehru mean. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഗ്രൂപ്പിലിടാന്ന് പറയുമ്പോ വീഡിയോ ആയിട്ടോ? ഫോട്ടോ കോപ്പി ഇല്ലേ കൂട്ടാ? ഇത് മാഷ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സാ. അപ്പോൾ അത് ഫോട്ടോ കോപ്പി ആയിട്ട് കിട്ടില്ലേ? ശ്രദ്ധിച്ച് കേട്ടാൽ മതി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതേണ്ടി വരും കേട്ടാ. ഓക്കെ, ഇപ്പോൾ എഴുതിയെടുത്തോ? മാഷ് മെല്ലെ മെല്ലെ പറയണത്, സുഖമായിട്ട് എഴുതിയെടുക്കാം. ആവർത്തിച്ച് മെല്ലെ പറയുന്നുണ്ട് മാഷ്, ആവർത്തിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടാ. ഒന്ന് ശ്രദ്ധിക്കണം ബസിൽ, കേട്ടോ? ഹലോ ബസ്ലിയിൽ, കേട്ടോ? ഓക്കെ, നമുക്ക് അത് എഴുതാം കേട്ടാ. സാർ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. വാട്ട് ഡസ് നെഹ്റു മീൻ? വാട്ട് ഡസ് നെഹ്റു മീൻ by, what does Nehru mean by and then Gandhi came? And then Gandhi came. And then Gandhi came. And then Gandhi came. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് എന്താണ് നെഹ്റു ഉദ്ദേശിച്ചതെന്ന്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന വാചകം കൊണ്ട് നെഹ്റു ഉദ്ദേശിച്ചത് എന്താണെന്നാണ് ചോദ്യം. നെഹ്റു ഉദ്ദേശിച്ചത് എന്താ? വളരെയധികം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇന്ത്യ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്താണ് ഗാന്ധിജി വന്നതെന്നാണ് നെഹ്റു ഉദ്ദേശിച്ചത്, അല്ലേ? വളരെയധികം ഇന്ത്യ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാന്ധിജി വന്നത് എന്നാണ് നെഹ്റു ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അതിന് ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരം എഴുതല്ലേ? Okay. The Indians were in a state of darkness. In a state of darkness. The Indians were in a state of darkness. Because of their hopelessness. Because of their hopelessness. And they had no one to guide them. They had no one to guide them. And they had no one to guide them. Full stop ഇട്ടിട്ട് അടുത്ത വരിയായിട്ട് എഴുതിക്കോ. It was at this point It was at this point
It was at this point that Gandhiji into their lives. Gandhiji came into their lives. And gave them hope. And showed them a way out of the darkness. ഇതുവരെ എഴുതിയില്ലേ? എഴുതിയോ? ഓക്കെ, എഴുതി. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ വളരെയധികം വേദനയും യാതനയും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജി തക്ക സമയത്ത് വരികയും ഇരുട്ടിൽ വെളിച്ചം പോലെ അവരെ നയിക്കുകയും ചെയ്ത് അവർക്ക് ആശ്വാസം പകർന്നു എന്നതാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന വാചകം കൊണ്ട്, എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള രീതിയിലുള്ള ആ വാചകം കൊണ്ട് നെഹ്റു ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്നതാണ് ഈ പാഠസന്ദർഭത്തിൻ്റെ ടൈറ്റിൽ എന്നും കൂടിയും പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ ഈ പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസും ഉത്തരവും പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? നമുക്കിനി അടുത്ത ചോദ്യം എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം എഴുതാട്ടാ. എഴുതല്ലേ? റെഡി ആയില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. What was the essence of Gandhiji's teaching? സാർ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിക്കാം. What was the essence of Gandhiji's teaching? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ? എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് വാക്കിൻ്റെ അർത്ഥം കേട്ടാ. വാട്ട് വാസ് ദ എസെൻസ് ഓഫ് ഗാന്ധിജീസ് ടീച്ചിങ് എന്നാണ് ചോദ്യം. ഗാന്ധിജിയുടെ പഠിപ്പിക്കലുകളിൽ വെച്ച്, ജനത്തെ ഗാന്ധിജി പഠിപ്പിച്ചിരുന്നല്ലോ, അതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണ്, അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരമാണ് കേട്ടോ. The essence of Gandhiji's teaching was fearlessness and truth. പറഞ്ഞുതരാം. The essence of Gandhiji's teaching was fearlessness and truth. ഫിയർലെസ്നെസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ എന്നാണ്. ഫിയർലെസ്നെസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ എന്നാണ്. മനസ്സിലായി? ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം. ആദ്യത്തെ വരി എഴുതിയില്ലേ ഉത്തരത്തിൻ്റെ? ഓക്കെ, രണ്ടാമത്തെ വരി ആ ഉത്തരത്തിൻ്റെ തന്നെ അടുത്ത വരിയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. He wanted all actions
To be controlled. He wanted all actions to be controlled by these values, so as to help the common people. അത്രത്തോളം എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. സോ ആസ് ടു ഹെൽപ്പ് ദ കോമൺ പീപ്പിൾ കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് അടുത്ത വരി നമുക്ക് എഴുതാം. ഹി ഓൾസോ said that people should not be exploited. People should not be exploited. കോമ ഇടുക. എന്നിട്ട് especially the peasants and the workers. കോമ ഇടുക. as this resulted in poverty. And misery. ഇതുവരെ എല്ലാവരും എഴുതിയല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ സാർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞുതരാം. ഗാന്ധിജിയുടെ പഠിപ്പിക്കൽ, ജനത്തെ ഗാന്ധിജി പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫിയർലെസ്നെസ് എന്ന് വെച്ചാൽ ഭയമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ സത്യവും, എന്ത് വന്നാലും സത്യത്തിൻ്റെ ഒപ്പം നിൽക്കണമെന്ന ഒരു ഭാഗമാണ് ഗാന്ധിജി പഠിപ്പിച്ചിരുന്നത്. പിന്നെ ആ തൻ്റെ ജനത്തിൻ്റെ ആക്ഷൻസും ജനത്തിൻ്റെ ആക്ഷൻസും ഒക്കെ, സാധാരണക്കാരുടെ ആക്ഷൻസൊക്കെ ഈ രണ്ട് തത്വങ്ങളിൽ നിന്നുകൊണ്ട് വേണം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി പറഞ്ഞു പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഗാന്ധിജിക്ക് ഒരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു. പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളികളെ ഒരിക്കലും ബ്രിട്ടീഷ് ഭരണം ചൂഷണം ചെയ്യാനിട വരരുത് എന്ന നിർബന്ധം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് നിർബന്ധം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിർബന്ധം ഇല്ലെങ്കിൽ ജനം പോവർട്ടിയിലേക്ക് പോകും. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ വളരെ വലിയ ദുരന്തത്തിലേക്കും ജനം പോകും, ബ്രിട്ടീഷ് ഭരണം ജനത്തെ ചൂഷണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനും ഗാന്ധിജി ജനത്തെ പഠിപ്പിച്ചു. ജനത്തോട് പറഞ്ഞത് അത് ഉണ്ടാവാതിരിക്കാൻ ധൈര്യത്തോടെ ഇരിക്കുക, അതുപോലെ തന്നെ സത്യം മുറുകെ പിടിച്ച് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനാണ് ഗാന്ധിജി പഠിപ്പിച്ചു കൊടുത്തത് ജനത്തിന്. അപ്പോൾ ഇതായിരുന്നു ഗാന്ധിജിയുടെ ജനത്തെ പഠിപ്പിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എസെൻസ് എന്ന് വെച്ച വാക്ക് ഇപ്പോൾ ചോദ്യത്തിൽ വാട്ട് വാസ് ദ എസെൻസ് ഓഫ് ഗാന്ധിജീസ് ടീച്ചിങ് എന്നാണ്. എസെൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. അപ്പോൾ ഗാന്ധിജിയുടെ പഠിപ്പിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ഉത്തരത്തിൽ എഴുതിയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. ഓക്കെ. ഇപ്പം നമ്മൾ 4 ചോദ്യം എഴുതിയില്ലേ? 3 ചോദ്യം എഴുതിയിട്ടില്ലേ? 4 ചോദ്യം എഴുതിയിട്ടുണ്ടോ? 4 എഴുതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. What did Gandhiji
What did Gandhiji exhort, E-X-H-O-R-T, exhort the people to do? What did Gandhiji exhort the people to do? What did Gandhiji exhort the people to do? What did Gandhiji exhort the people to do? എന്താണ് ഗാന്ധിജി ജനത്തോട് ആഹ്വാനം ചെയ്തതെന്ന്, ജനത്തോട് ആവശ്യപ്പെട്ടത് എന്താണെന്നാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി എക്സോർട്ട് ദ പീപ്പിൾ ടു ഡു? കേട്ടില്ലേ? എല്ലാവരും കേട്ടില്ലേ? ഓക്കെ. എക്സോർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ആവശ്യപ്പെടുക എന്നാണ്. ഇനി എന്താണ് ഗാന്ധിജി ജനത്തോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് എഴുതിയെടുക്കാം. നമുക്ക് ശ്രദ്ധിക്കാം. ഗാന്ധിജി എക്സോർട്ടഡ് the people not to be afraid. Gandhiji exhorted the people not to be afraid. ഇപ്പോൾ ഒരു പുതിയ വിദ്യാർത്ഥി കയറിയിട്ടുണ്ടല്ലോ, അതാരാണ്? ബിസാറോ എന്നാണ് പേര് കണ്ടത്. അതാരാണ്? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനാട്ടോ മാഷ് ചോദിക്കണേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഉത്തരത്തിൻ്റെ ആദ്യത്തെ വരി നമ്മൾ എഴുതിയില്ലേ? നമ്മൾ എന്താ എഴുതിയത്? ഗാന്ധിജി എക്സോർട്ടഡ് പീപ്പിൾ നോട്ട് ടു ബി എഫ്രേഡ്. നമ്മൾ എഴുതിയില്ലേ? ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു എന്ന് പേടിക്കരുതെന്ന് ബ്രിട്ടീഷ് ഭരണത്തേനെ. ആദ്യത്തെ വരി നമ്മൾ എഴുതിയില്ലേ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. അടുത്ത വരി സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് എഴുതിക്കോ. The British rule in India was putting fear into the minds of the people. എന്നിട്ടൊരു ഹൈഫൺ ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കോ. ഫിയർ ഓഫ് ദ ആർമി കോമ ഇടുക. ദ പോലീസ് കോമ ഇടുക. ദ സീക്രട്ട് സർവീസ് കോമ ഇടുക. ദ ഒഫീഷ്യൽ ക്ലാസ് കോമ ഇടുക. ലോസ് ലോസ് കോമ ഇടുക. prison prison കോമ ഇടുക. landlord's agent കോമ ഇടുക. money lender കോമ ഇടുക. unemployment and starvation ഫുൾ സ്റ്റോപ്പ് ഇടുക. അതായത് ആ വരിയിൽ പറയണത് ബ്രിട്ടീഷ് റൂള് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ പലതരത്തിലുള്ള ഭയങ്ങൾ നിറച്ചിരുന്നു. എന്തൊക്കെ ടൈപ്പ് ഭയങ്ങളാണ്? ആർമിയോടുള്ള ഭയം, പോലീസിനോടുള്ള ഭയം, അതേപോലെ തന്നെ സീക്രട്ട് സർവീസിനോടുള്ള ഭയം, അതുപോലെ തന്നെ ഒഫീഷ്യൽ ക്ലാസ്സിനോടുള്ള ഭയം, അതുപോലെ തന്നെ നിയമങ്ങളോടുള്ള ഭയം, അതുപോലെ തന്നെ ജയിലിനോടുള്ള ഭയം, ജന്മിയോടുള്ള ഭയം, അതുപോലെ തന്നെ പൈസ കടം കൊടുക്കുന്ന മണി ലെൻഡറിനോടുള്ള ഭയം, പിന്നെ അതുപോലെ തന്നെ ജോലി ഇല്ലാണ്ടാവുമോ എന്നുള്ള ഭയം, പട്ടിണി എടുക്കുമോ എന്നുള്ള ഭയം, അങ്ങനെ പലതരത്തിലുള്ള ഭയത്തെ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ആ വരിയുടെ അർത്ഥം.
മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരി ആ സെന്റൻസ്, ആ ചോദ്യോത്തരത്തിൻ്റെ ഉത്തരത്തിൻ്റെ അവസാനത്തെ സെന്റൻസ് നമുക്ക് എഴുതിയെടുക്കാം. ഗാന്ധിജി wanted to remove this fear. Gandhiji wanted to remove this fear. Gandhiji wanted to remove this fear. അപ്പോൾ ഗാന്ധിജിക്ക് അല്ല, അടുത്ത വരി ആ സെന്റൻസിന്റെ ആ ഉത്തരത്തിന്റെ അവസാനത്തെ വരിയാണത് കേട്ടാ. ഓക്കെ, ഗാന്ധിജി wanted to remove this fear. ആ തൊട്ടു മുന്നുള്ള വരിയിൽ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ഭയങ്ങളാണ് ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ബ്രിട്ടീഷുകാർ കുത്തിവെച്ചത്. പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ആ വരിയിൽ തന്നിട്ടുണ്ട്. ഈ ഭയത്തെ ഗാന്ധിജിക്ക് മാറ്റണമെന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ആ ചോദ്യ ഉത്തരം ഒന്നും കൂടി ഒന്ന് റീക്യാപിറ്റുലേറ്റ് ചെയ്യാം, അതായത് ഒന്നും കൂടി ഒന്ന് ഓർമ്മയിലേക്ക് വരുത്താം, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി എക്സോർട്ട് ദ പീപ്പിൾ ടു ഡു എന്നാണ് ചോദിച്ചത്. ഗാന്ധിജി എന്താണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് എന്നാണ് ചോദിച്ചത്. ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താ? ഭയത്തെ ഒഴിവാക്കണം, നമ്മുടെ മനസ്സിലുള്ള ഭയത്തെ ഒഴിവാക്കണം എന്നാണ് ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്തെല്ലാം ഭയങ്ങളാണ് മറ്റേ ബ്രിട്ടീഷുകാരെ ജനത്തിൽ കുത്തിവെച്ചിരുന്നത്? പല ടൈപ്പ് ഭയങ്ങൾ കുത്തിവെച്ചിരുന്നു. പട്ടാളക്കാരെ ഭയം, പോലീസുകാരെ ഭയം, പൈസ കടം കൊടുക്കുന്നവരെ ഭയം. അപ്പോൾ പല ടൈപ്പ് ഭയങ്ങളാണ്. തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ഭയം, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, പട്ടിണി കിടക്കുമോ എന്നുള്ള ഭയം, അങ്ങനെ പലതരത്തിലുള്ള ഭയമാണ് ജനങ്ങളുടെ ഉള്ളിലേക്ക് ബ്രിട്ടീഷുകാർ കുത്തിവെച്ച് അവരെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് ഭരിച്ചു പോയിരുന്നത്. അപ്പോൾ ആ ഭയങ്ങൾ ഇല്ലാതാക്കാനാണ് ഗാന്ധിജി ജനത്തോട് ആവശ്യപ്പെട്ടത്. മനസ്സിലായല്ലോ? ചോദ്യോത്തരം മനസ്സിലായില്ലേ? ചോദ്യം എന്താണ്? വാട്ട് ഡിഡ് ഗാന്ധിജി എക്സോർട്ട് ദ പീപ്പിൾ ടു ഡു? എന്താണ് ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത്? ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാർ കുത്തിവെച്ചിരുന്ന ഭയത്തെ ഇല്ലാതാക്കണം, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭയം വേണ്ട എന്നാണ് ഗാന്ധിജി ഇന്ത്യൻ ജനതയോട് ആവശ്യപ്പെട്ടത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനസ്സിലായല്ലോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമില്ല, സാർ ഉത്തരം പറഞ്ഞു തരാം. സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കന്ന് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഡിഡ് ഗാന്ധിജി ഡു ടു റിമൂവ് ഫിയർ ഫ്രം ഫിയർ എന്ന് വെച്ചാൽ ഭയം എന്നാണ് അർത്ഥം. What did Gandhiji do to remove fear from the minds of the people? എന്താണ് ഗാന്ധിജി ചെയ്തതെന്ന്? ആളുകളിലെ ഭയത്തെ മാറ്റാൻ ഗാന്ധിജി ചെയ്ത പ്രവൃത്തി എന്താണ് എന്നാണ് ചോദ്യം. ചോദ്യം എഴുതിയാ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്താണ് ഈ ഭയത്തെ ആളുകളിൽ നിന്ന് മാറ്റാൻ ഗാന്ധിജി ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരാണ് എഴുതണേ കേട്ടോ, നമ്മൾ ഉത്തരാണ് എഴുതണേ. ചോദ്യം എഴുതി കഴിഞ്ഞു, ഇനി ഉത്തരാണ് എഴുതണേ. ഗാന്ധിജി ടോൾഡ് ദ പീപ്പിൾ not to be afraid. Gandhiji told the people not to be afraid. Full stop ഇടുക. അടുത്ത വരി എഴുതാം. Fear builds its ghosts. GHOSTS. ഗോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന സംഭവങ്ങളെയാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. പ്രേതത്തിനൊക്കെ പറയണത് ഗോസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക് പറയുക. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേടിപ്പിക്കുന്ന സംഭവം എന്ന് മാത്രമാണ്, പ്രേതം എന്നല്ല, പേടിപ്പിക്കുന്ന സംഭവം എന്നാണ്. ഞാൻ ആ വരി ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഗോസ്റ്റ് വിച്ച് ആർ മോർ ഫിയർസം than
the reality itself, than the reality itself, than the reality itself, than the reality itself. ഫുൾ സ്റ്റോപ്പ് എടുക്കാം. അതായത് പേടി എന്ന് പറയുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് ആളുകളെ വിഷമിപ്പിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ അവിടെ പട്ടാളവും പോലീസൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും അധികം ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ അവരെ ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ള പേടി ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതാണ് സത്യത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ള അവരുടെ പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഭയമാണ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്നത്. പോലീസുകാരോ പട്ടാളക്കാരോ അല്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഭയമുളവാക്കുന്ന സ്രോതസ്സുകളേക്കാൾ അവരുടെ സാന്നിധ്യമല്ല അവിടെ ഭയം ഉണ്ടാക്കിയിരുന്നത്, അവർക്ക് പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. അത് അവരെ സാന്നിധ്യം കൊണ്ടുള്ള ഭയമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് എഴുതാം. When reality is calmly analyzed, when reality is calmly analyzed and its consequences accepted, fear goes away. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് അമിതമായ തൊഴിലില്ലായ്മ ഉണ്ടാവുകയും ദാരിദ്ര്യം ഉണ്ടാവുകയും അസുഖങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ അസുഖം ഉണ്ടാവും, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, പട്ടാളക്കാരുടെ ഉപദ്രവം ഉണ്ടാകാം, പോലീസുകാരുടെ ഉപദ്രവം ഉണ്ടാകാം, ബ്രിട്ടീഷ് പോലീസുകാരുടെയും ബ്രിട്ടീഷ് പട്ടാളക്കാരുടെയൊക്കെ ഉപദ്രവം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഭയം അങ്ങോട്ട് നീങ്ങി കിട്ടുന്നു. ആ റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഭയം മാറുമെന്നാണ് ഗാന്ധിജി ജനത്തെ പഠിപ്പിക്കുന്നത്. അതിനിടയിൽ മുഹമ്മദ് യാസിർ ലേറ്റ് ആയിട്ടാണല്ലോ വന്നേ. മുഹമ്മദ് യാസിർ പ്രസന്റ് ആണോ? ഹലോ, ഇപ്പോഴാണ് വന്നുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് സാർ മാർക്ക് ചെയ്യണത്. ഇപ്പൊ എങ്ങനെ കയറിയതപ്പോ? ആ ഗ്രൂപ്പിൽ കയറിയിട്ടില്ലേ? അപ്പൊ നമ്മുടെ ക്യാപ് OFയുടെ ഗ്രൂപ്പിലില്ലേ? ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ കാണില്ല. നിങ്ങൾക്ക് ആ ജോയിൻ ചെയ്യാൻ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ. ആ ഇംഗ്ലീഷ് ഗ്രൂപ്പിലെ ജോയിൻ ചെയ്യാൻ, ക്യാപ് OFE ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒരു ലിങ്ക് കുറച്ച് ദിവസം മുമ്പ് അയച്ചു തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ക്യാപ് OFE ഗ്രൂപ്പിൽ കയറാൻ പറ്റും. അതിൽ നിന്നും നമുക്ക് ഡെയിലി ഉള്ള ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഇട്ട് തരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കയറാൻ പറ്റും കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, അത് സഞ്ജയ് പ്രസന്റ് ആണ്. അത് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു സഞ്ജയ് കയറിയത്. അപ്പോൾ അതൊക്കെ ഷഹനാസ് ഏത് ക്ലാസ്സിലാ? ഒരു മിനിറ്റ് കേട്ടോ സാർ, നോക്കട്ടെ. അപ്പം എന്താ സമയത്ത് വരാണ്ടിരിക്കണേ? നിങ്ങളെല്ലാവരും കറക്റ്റ് സമയത്ത് വന്നോളോ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സഞ്ജയും അതെ, യാസിറും അതെ കേട്ടോ. യാസിർ, അത് കയറാനുള്ള ടെക്നിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, മറക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞതും വേഗം നമ്മുടെ OFE CAP ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ കേട്ടോ. അപ്പം മാഷ ആ ഗ്രൂപ്പിലെ ലിങ്ക് ഇടുന്നതേ. മനസ്സിലായല്ലോ? അത് ചെയ്തോളില്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഗാന്ധിജിയുടെ ആ ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ പ്രവർത്തനം എന്തായിരുന്നു? ഗാന്ധിജി പറഞ്ഞ ജനങ്ങളോട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ, ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഭയം മാറി നിൽക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് ഫിയർ ഗോസ് എവേ എന്ന് വരെയാണ് നമ്മൾ ഉത്തരം പറഞ്ഞ് നിർത്തിയത് അല്ലേ? ഗോസ് എവേ വരെയല്ലേ നമ്മൾ അവസാനം എഴുതിയത്? അതെ, അടുത്ത വരി നമുക്ക് എഴുതാം. സഡൻലി ദ ബ്ലാക്ക് ഫിലിം ഓഫ് ഫിയർ. ബ്ലാക്ക് ഫിലിം ഓഫ് ഫിയർ എന്ന് പറയുന്നത് ചെറിയ കറുത്ത പാടാന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിൻ്റെ പുറത്തെ ഭയത്തിൻ്റെ കറുത്ത പാടാന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലുള്ള ഭയത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് ഫിലിം ഓഫ് ഫിയർ വാസ് റിമൂവ്ഡ്
was removed from the people's mind. Was removed from the people's mind. അപ്പോൾ ഗാന്ധിജി അങ്ങനെ ആ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാൻ ജനത്തെ പഠിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്നും ഭയം നീങ്ങിപ്പോയെന്നാണ് ആ സെൻറ്റൻസിലൂടെ അർത്ഥമാകുന്നത് കേട്ടോ. അടുത്ത വരിയിലേക്ക് പോകാം. അടുത്ത വരി കേട്ടോ, അടുത്ത ചോദ്യമല്ല, അടുത്ത വരി ലാസ്റ്റ് ലൈനാണ് കേട്ടോ ഈ ഉത്തരത്തിൻ്റെ. The need for falsehood. FALSCHOOD. ഒന്നുകൂടിയും പറയാം. FALSEHOOD. ഫാൾസ്ഹുഡ് എന്ന് വെച്ചാൽ തെറ്റായ പെരുമാറ്റം എന്നാണ്, തെറ്റായ പ്രവർത്തനം. The need for falsehood and secretive behavior was lessened. Secretive behavior എന്ന് വെച്ചാൽ രഹസ്യത്തിലുള്ള പെരുമാറ്റങ്ങൾ അതും കുറഞ്ഞു എന്ന്. ഈ ഭയം ജനങ്ങളിൽ നിന്ന് മാറിയപ്പോഴേ അവർക്ക് തെറ്റായ പ്രവർത്തനങ്ങളിലേക്കുള്ള തിരിവ് കുറഞ്ഞു. അതേപോലെ തന്നെ രഹസ്യമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളും കുറഞ്ഞു. ഭയമില്ലാതെ സത്യസന്ധമായിട്ട് അവർ നേർവഴിക്ക് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി എന്നാണ് പറയണത്. ഗാന്ധിജി ഇന്ത്യൻ ജനത്തിൻ്റെ മനസ്സുകളിൽ നിന്നും ഭയത്തിൻ്റെ കറുത്ത ഒരു പാട മാറ്റിക്കളഞ്ഞപ്പോൾ അവർ ധൈര്യത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ ചെയ്തിരുന്ന ചെറിയ തെറ്റായ കാര്യങ്ങളൊക്കെ നിർത്തുകയും അതുപോലെ തന്നെ രഹസ്യത്തിൽ ചെയ്തിരുന്ന തെറ്റുകളും ഒക്കെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ ചിലർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രഹസ്യത്തിൽ, അതൊക്കെ കുറഞ്ഞു എന്നാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി. ചോദ്യം എന്താ? ഗാന്ധിജി എങ്ങനെയാണ് ഇന്ത്യൻ ജനത്തിൻ്റെ മനസ്സിൽ നിന്നും ഭയത്തെ നീക്കിയതെന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം നമ്മളിപ്പോൾ എഴുതി. അപ്പോൾ നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ ഇതുവരെ എല്ലാവരും എഴുതിയാ? ഇതുവരെ കൃത്യമായിട്ട് എഴുതിയല്ലോ അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഞാൻ ബുദ്ധിമുട്ടുള്ള 2 വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തന്നു. ഫോൾസ്ഹുഡ് എന്ന വാക്കിന്റെ അർത്ഥം തെറ്റായ പ്രവർത്തനം, അത് എഴുതിയില്ലേ? ഫോൾസ്ഹുഡ് എന്ന വാക്കിന്റെ അർത്ഥം എഴുതിയോ? അതിന് മുകളിൽ തന്നെ എഴുതിയാൽ മതി കേട്ടാ. പുതിയൊരു വാക്കാണ്, അത് നമുക്ക് കോമൺ അല്ലാത്തൊരു വാക്കാണ്. അതാണ് മാഷ അപ്പം പറഞ്ഞത്. അത് ആരുടെ തെറ്റായ പ്രവർത്തനമാണ്? ഇന്ത്യൻ ജനതകളുടെ തെറ്റായ പ്രവർത്തനം. അവർ രഹസ്യത്തിൽ ബ്രിട്ടീഷുകാരൊക്കെ സഹായിച്ചിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, ആ പ്രവർത്തനം നിന്നു എന്നാണ് പറയണത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമില്ല, മാഷ് പറഞ്ഞു തരാം. സംശയം ഇല്ല എന്ന് പ്രതീക്ഷിക്കണു. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Why was Gandhiji compared to a psychologist? Why was Gandhiji compared to a psychologist? ഞാൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. Why was Gandhiji compared to a psychologist? എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഗാന്ധിജീനെ ഒരു മനഃശാസ്ത്രജ്ഞനോട് താരതമ്യം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നെഹ്റു ഗാന്ധിജീനെ മനഃശാസ്ത്രജ്ഞനോടാണല്ലോ താരതമ്യം ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അപ്പം നിങ്ങൾക്ക് എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാമല്ലോ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. Why was Gandhiji compared to a psychologist? ഗാന്ധിജിയെ എന്തുകൊണ്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനോട് ഉപമപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം.
Gandhiji was compared to a psychologist. Gandhiji was compared to a psychologist because he brought a psychological change. He brought a psychological change in people. Full stop ഇടുക. എഴുതിയാ സൈക്കോളജിക്കൽ ചേഞ്ച് ഇൻ പീപ്പിൾ, അത് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതായത് മനഃശാസ്ത്രപരമായ ഒരു മാറ്റം ജനങ്ങളിൽ ഉണ്ടാക്കി എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ആര്? ഗാന്ധിജി. അടുത്ത വരി എഴുതാം. എ സൈക്കോളജിസ്റ്റ്. അടുത്ത വരിയാണ് കേട്ടോ. എ സൈക്കോളജിസ്റ്റ് സ്പെല്ലിംഗ് മിക്കവരും തെറ്റ് വരുത്താൻ സാധ്യതയുണ്ട്. സൈക്കോളജിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മനഃശാസ്ത്രജ്ഞൻ എന്നാണ്. സൈക്കോളജിസ്റ്റ് സ്പെല്ലിംഗ് സാറ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. PSYCHOLOGIST എന്നാണ് സൈക്കോളജിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ. ഒരിക്കൽ കൂടി വേണമെങ്കിൽ ആവർത്തിക്കാം. PSYCHOLOGIST സൈക്കോളജിസ്റ്റ്. എഴുതിയാ? സൈക്കോളജിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് മനസ്സിലായല്ലോ. നമുക്ക് ആ വരി എഴുതാം കേട്ടോ. എ സൈക്കോളജിസ്റ്റ് പ്രോബ്സ് എന്ന് വെച്ചാൽ ശ്രമിക്കുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. എ സൈക്കോളജിസ്റ്റ് പ്രോബ്സ്, PROBS ഡീപ്പ് ഇൻ ടു, സഞ്ചരിക്കും. എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ആ പേഷ്യൻറ്റിൻ്റെ മനസ്സിലേക്കാണ്. ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ് എന്ന് വെച്ചാൽ ഭാവിയില്ല, തെറ്റി പറഞ്ഞാണ്. മുൻകാലം. ഫ്യൂച്ചറാണ് ഭാവി, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകാലം. കേട്ടല്ലോ. പാസ്റ്റ് എന്ന് വെച്ചാൽ മുൻകാലം, അതായത് ഭൂതകാലം എന്ന് പറയില്ലേ, പഴയ കാലം. പേഷ്യൻസ് പാസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് the origins of his complexes. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. ഗാന്ധിജി ഡിഡ് ദ സെയിം. അതായത് ഒരു സൈക്കോളജിസ്റ്റ് അഥവാ ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു രോഗിയുടെ മുൻ കാലഘട്ടങ്ങളിലേക്ക് സഞ്ചരിച്ച് ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്ത് എന്ന് കാര്യകാരണ സഹിതം മനസ്സിലാക്കിയെടുക്കും. അതാണ് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അങ്ങനെയാണ്. അതുപോലെ ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ ഭൂതകാലത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇങ്ങനെ ഒരു ഭരിക്കപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു അമിതമായ താഴ്മയുടെ ഒരു അവസ്ഥ എന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും ഗാന്ധിജി കണ്ടെത്തി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത ഇങ്ങനെ ഭരിക്കപ്പെടാനുള്ള രീതിയിൽ പെരുമാറുന്നത്, അവരുടെ ആവശ്യങ്ങളൊന്നും പറയാത്തത് എന്തുകൊണ്ട് എന്ന് ഗാന്ധിജി കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരി നമുക്ക് എഴുതാം. He probed deep into the minds of Indians and exposed the needlessness സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാട്ടാ, ശ്രദ്ധിച്ചോട്ടാ. NEEDLESSNESS നീഡ്ലെസ്നെസ്, ആവശ്യമില്ലായ്മ. ശ്രദ്ധിച്ചാ? ആ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയാം. NEEDLESSNESS
NESS, നീഡ്ലെസ്നെസ്. നീഡ്ലെസ്നെസ് എന്ന് വെച്ചാൽ ആവശ്യമില്ലായ്മ. നീഡ്ലെസ്നെസ് ഓഫ് ഫിയർ, നീഡ്ലെസ്നെസ് ഓഫ് ഫിയർ, അതായത് ഭയത്തിൻ്റെ ഒരു ആവശ്യവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ജനത്തിൻ്റെ മാനസികാവസ്ഥയുടെ കാരണം മനസ്സിലാക്കി ഇന്ത്യൻ ജനതയ്ക്ക് ഭയം ആവശ്യമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ പഠിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. അടുത്ത വരി നമുക്ക് എഴുതാം. ദേ വേർ, അടുത്ത വരിയാണ് കേട്ടോ. ദേ വേർ made to, they were made to feel, they were made to feel ashamed, they were made to feel ashamed, they were made to feel ashamed for accepting an alien rule, for accepting an alien rule. അവിടെ വരെ എഴുതിയാ? ഓക്കെ. ഏലിയൻ റൂൾ that degraded and humiliated them, that degraded and humiliated them, that degraded and humiliated them. മനസ്സിലായോ? ആ ഡീഗ്രേഡഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തരം താഴ്ത്തുക എന്നാണ് കേട്ടോ. ഡീഗ്രേഡഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തരം താഴ്ത്തുക എന്നാണ് അർത്ഥം വരുന്നത്. ഹ്യൂമിലിയേറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിഹസിക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക, മാനസികമായിട്ട് വേദനിപ്പിക്കുക എന്നൊക്കെയാണ് ഹ്യൂമിലിയേറ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. കേട്ടോ? അവിടെ വരെ നമ്മൾ എഴുതിയില്ലേ? ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ, അതായത് ആൻസറിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ് എഴുതണേ കേട്ടോ. ലാസ്റ്റ് സെൻറ്റൻസ് ആണ് എഴുതണേ. നമുക്ക് ലാസ്റ്റ് സെൻറ്റൻസ് എഴുതാം. They were now filled with a desire, not to, desire spelling DESIRE, desire not to submit to the repressive rule any longer. റിപ്രസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലാസ്റ്റ് സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കിയാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? ഹലോ, കംപ്ലീറ്റ് ആക്കി? ഇനി സാറിൻ്റെ ചോദ്യം, റിപ്രസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർക്കണ്ടാ? കുഴപ്പമില്ല, സാർ തന്നെ പറഞ്ഞുതരാം. റിപ്രസീവ് എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്ന ഭരണം എന്നാണ് റിപ്രസീവ് റൂൾ അല്ലെങ്കിൽ റിപ്രസീവ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയണത്. മനസ്സിലായോ? ഇനി അത് ഓർക്കില്ലേ? ഓർക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഗാന്ധിജി എന്തുകൊണ്ടാണ് സൈക്കോളജിസ്റ്റിനോട് താരതമ്യപ്പെടുത്തിയെന്നാണ് ചോദ്യം. നെഹ്റു എന്തിന് ഗാന്ധിജിയെ സൈക്കോളജിസ്റ്റിനോട് താരതമ്യപ്പെടുത്തിയെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ഉത്തരത്തിൽ പറയണത്, ഒരു സൈക്കോളജിസ്റ്റ് തൻ്റെ പേഷ്യൻറ്റിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കുകയും അവരുടെ മാനസിക നിലയെ ആ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു, പഴയ കാലങ്ങളിൽ എന്തൊക്കെയായിരുന്നു മാനസിക നിലയെ സ്വാധീനിച്ചതെന്ന് വളരെ കാര്യകാരണ സഹിതം മനസ്സിലാക്കിയെടുക്കുകയും അതേ തുടർന്ന് ഇപ്പോഴുള്ള അവരുടെ പെരുമാറ്റത്തിലുള്ള വ്യതിചലനമോ വൈകല്യമോ എന്താണെന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻ ജനതയോടുള്ള സമീപനത്തിലുണ്ടായത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ ഭരിക്കപ്പെടാൻ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ ചരിത്രകാല മനോഭാവം മനസ്സിലാക്കുകയും
അവർ മുന്നും ഭരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അങ്ങനെ ഭരിക്കപ്പെടാൻ ആഗ്രഹമുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സുകൾ വഴങ്ങി അല്ലെങ്കിൽ എത്തിച്ചേർന്നു. ഈ കാരണത്താലാണ് അവരിങ്ങനെ അടിമകളെ പോലെ ഭരിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നതെന്ന് ഗാന്ധിജി വ്യക്തമായിട്ട് മനസ്സിലാക്കി. തൽഫലമായിട്ട് അങ്ങനെ അടിമകളെ പോലെ ഭരിക്കപ്പെടാൻ നിന്നു കൊടുക്കേണ്ടവരല്ല തങ്ങളെന്ന കാര്യം ഇന്ത്യൻ ജനതയിലേക്ക് ഗാന്ധിജി എത്തിക്കുകയും അവരെ കൊണ്ട് തന്നെ തങ്ങളിങ്ങനെ അടിമകളെ പോലെ നിൽക്കണേൽ സ്വയം ഒരു നാണം തോന്നുന്ന വിധത്തിലേക്ക് എത്തിച്ചു. കാരണം അവർക്ക് ഒരുപാട് അറിവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും മികവും അതുപോലെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനത്തിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്തിട്ട് ഗാന്ധിജി അവരെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കാരണങ്ങളാലാണ് ഗാന്ധിജിയെ ഒരു മനഃശാസ്ത്രജ്ഞനോട് നെഹ്റു ഉപമിക്കുന്നത്. ഇതാണ് ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഹലോ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ, ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ ചെകഞ്ഞെടുത്ത് അവരുടെ മാനസികമായ അവസ്ഥയെ മനസ്സിലാക്കി അവർക്ക് ധൈര്യം പകർന്ന് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയെ ഗാന്ധിജി എത്തിച്ചു. എന്നിട്ട് ബ്രിട്ടീഷ് ഭരണത്തെ പുറത്താക്കാനുള്ള ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഗാന്ധിജിയെ ഒരു മനഃശാസ്ത്രജ്ഞനായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. നെഹ്റു താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരവ് മനസ്സിലായല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കേട്ടോ. അതിൻ്റെ സൈഡിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ കേട്ടോ. ആ സൈക്കോളജിസ്റ്റ് എന്ന വാക്കിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തുകൊണ്ട് ഗാന്ധിജി അങ്ങനെ ഒരു മനഃശാസ്ത്രജ്ഞനായിട്ട് നെഹ്റു താരതമ്യപ്പെടുത്തിയെന്നുള്ള രീതിയിലൊരു ചോദ്യം വരാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ആ മാർജിനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. എഴുതിയാ? ഹലോ, ഓക്കെ. ഇനി മാഷ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നൊക്കെ ഇത് മതി. ഇന്നിപ്പോൾ എത്ര ചോദ്യം എഴുതി നമ്മൾ? എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതി? 5 എണ്ണം എഴുതിണ്ടാവോ? അപ്പോൾ ഇന്നൊക്കെ 5 എണ്ണം മതി. അപ്പോൾ ഇന്നൊക്കെ അത് മതി. ഇനി അടുത്ത ക്ലാസ്സോടുകൂടി മാഷി പാഠത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ആ പാഠം കഴിഞ്ഞു കേട്ടാ. ഹലോ, അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാഠത്തേക്ക് നോക്കാം. അപ്പോൾ മാഷ്ക്ക് ഇനി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്കൊരു വെബിനാർ കിട്ടും. വെബിനാർ എന്ന് പറയുന്നത് ഈ VHSC കഴിഞ്ഞിട്ടേ എന്തൊക്കെ ജോലികൾ നമുക്ക് അവസരം ലഭിക്കും എന്നൊക്കെ സൂചിപ്പിക്കണ ഒരു വെബിനാറാണ് കരിയർ ഗൈഡൻസിൻ്റെ കീഴിലേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് മാഷ് ഇപ്പോൾ തന്നെ ഇടാം ഗ്രൂപ്പിൽ. അത് കോമൺ ഗ്രൂപ്പിൽ ഇടാട്ടാ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ. അത് ഇന്ന് ഉച്ചയ്ക്ക് 2:30ക്കാണ് തുടങ്ങുക. അപ്പോൾ അത് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ജോലി സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വെബിനാറാണ്. ഇന്ന് മാഷ് നടത്തുന്നതല്ല, കരിയർ ഗൈഡൻസ് സെല്ല് നടത്തുന്നതാണ്. അത് നല്ലൊരു വെബിനാറായിരിക്കും. അപ്പോൾ അത് ദയവ് ചെയ്ത് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യണമെന്നും കൂടി മാഷ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കണം കേട്ടാ. മാഷ് അതിൻ്റെ ലിങ്ക് കോമൺ ഗ്രൂപ്പില്ലേ, ഇംഗ്ലീഷിൻ്റെ കോമൺ ഗ്രൂപ്പ്, അതിലേക്ക് ഇടാട്ടാ. നിങ്ങൾ നോക്കില്ലേ? അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലിങ്കാണ്. മുമ്പും ഇതേപോലത്തെ വെബിനാറിൻ്റെ ലിങ്കുകൾ മാഷ് ഇടാറുണ്ട്. വെബിനാറുകൾ വളരെ വാല്യുബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. അതൊക്കെ അറ്റൻഡ് ചെയ്യണത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി മാഷ് ക്ലാസ് അവസാനിപ്പിക്കട്ടെ? ശരി. അപ്പോൾ ഇനി എല്ലാവർക്കും ലെഫ്റ്റ് ആകാം. എല്ലാവരും ലെഫ്റ്റ് ആയതിനു ശേഷമാണ് മാഷ് ഇനി ഇത് ക്ലോസ് ചെയ്യുള്ളൂ. എല്ലാവരും ലെഫ്റ്റ് ആവണം. അറ്റൻഡൻസ് പറയാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. മോൻ്റെ പേരെന്താ? മുഹമ്മദ് യാസിറിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നാളെ തൊട്ട് നേരത്തെ വന്നോളോ. ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൽ സന്തോഷം കേട്ടോ.